ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എന്നാണ് ഈ വീഡിയോ കാണുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഓണം ദിവസങ്ങളിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു പൂക്കളൊക്കെ വരയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. ഒരു പൂവായിരുന്നു അവസാനം ഞാൻ വരച്ചത്. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. എന്ന് മാത്രമല്ല, ഈ ഞായറാഴ്ച നിങ്ങൾക്ക് വേണ്ടിയിട്ട് വൈകുന്നേരം നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഇവന്റ് വെച്ചിട്ടുണ്ട്. ആ ലൈവിൽ ഞാനും അലൻ സാർ ഉണ്ടാവുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് എങ്ങനെ പഠിച്ചാലാണ് നമ്മുടെ ക്രിസ്മസ് എക്സാമും അതിനുശേഷമുള്ള പബ്ലിക് എക്സാമൊക്കെ നമുക്ക് ഗംഭീരമായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മളവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ആ ഞായറാഴ്ചത്തെ ഈവനിങ് ലൈവിൽ വന്നിരിക്കണം. ഓക്കെ, ഫസ്റ്റ് കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് എ ഗ്രേഡും A+ ഒക്കെ കിട്ടാനും നല്ല മാർക്ക് കിട്ടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പക്ഷേ പല കുട്ടികളുടെ ഒരു തെറ്റിദ്ധാരണ ഞാൻ പറഞ്ഞത് എന്താണ്, ഇപ്പം ഇങ്ങനെ പോട്ടെ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പോട്ടെ, 7ാം ക്ലാസ്സിൽ 8ാം ക്ലാസ്സിൽ ഇപ്പം ഇങ്ങനെ പോയിട്ട് 10ാം ക്ലാസ് ആകുമ്പോൾ നമുക്ക് A+ വാങ്ങാം. അപ്പം മതിയല്ലോ A+. അപ്പോൾ നന്നായിട്ട് നമ്മൾ പഠിക്കുന്നു, നമ്മൾ A+ വാങ്ങുന്നു. 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവരാണെങ്കിൽ ഇപ്പം ഇങ്ങനെ പോട്ടെ, തട്ടിക്കുട്ടിയൊക്കെ പോകാം. +1 +2 ശരിക്കും അത് ആവശ്യമുള്ളത്. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് 90% 95% വാങ്ങാം. ഇത് കേൾക്കുമ്പോൾ നല്ല രസം തോന്നുമെങ്കിലും ഇതൊരിക്കലും വർക്ക് ചെയ്യാൻ പോകുന്നില്ല. അതാ സാർ വർക്ക് ചെയ്യാത്തത്? അപ്പോൾ പഠിച്ചാൽ പോരെ? ഇവിടെ ഈ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഹാബിറ്റാണ്, നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ശീലമാണ്. അത് പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളങ്ങോട്ട് വിചാരിക്കും, ഇന്ന് മുതൽ ഞാൻ ഭയങ്കര അങ്ങോട്ട് പഠിക്കും. നടന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഉണ്ടോ? പറ. ഇല്ലല്ലോ. ഇല്ലെങ്കിൽ അഗ്രി കമൻറ്റ് ബോക്സിൽ അഗ്രി എന്ന് കമൻറ്റ് ചെയ്യാം. കാരണം പറ്റില്ല നമുക്ക്. ഒരു കാര്യം പെട്ടെന്ന് അങ്ങോട്ട് തുടങ്ങാൻ പറഞ്ഞാൽ, പ്രത്യേകിച്ച് ഇഷ്ടമില്ലാത്ത കാര്യം, വലിയ രസമില്ലാത്ത കാര്യം നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ആ ഒരു ശീലം നിങ്ങൾ എപ്പോൾ ഉണ്ടാക്കി തുടങ്ങണം? ഇവിടെ ഇപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങണം. ആ പഠിക്കുക, ഡെയിലി പഠിക്കുക, പരീക്ഷയ്ക്ക് വേണ്ടി റിവൈസ് ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് അല്ലാണ്ട് റിവൈസ് ചെയ്യുക, അതുവഴി പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിച്ച ആ പരിപാടി നിങ്ങൾ എന്ന് തുടങ്ങണോ? നിങ്ങൾ ഇന്ന് മുതൽ തുടങ്ങണം. അപ്പോൾ നിങ്ങൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പം മുതൽ എന്ത് ചെയ്യണം? ആ ഒരു ശീലം, നന്നായിട്ട് പഠിക്കുന്ന ശീലം തുടങ്ങിയാലേ 10ാം ക്ലാസ് ആവുമ്പോൾ നിങ്ങൾക്ക് ആ A+ ലെവലിലേക്കൊക്കെ എത്താൻ പറ്റുള്ളൂ. പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഒരു മെൻറ്റാലിറ്റിയുടെ കളിയും കൂടി കേട്ടോ. നിങ്ങളിപ്പോൾ 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ A ഗ്രേഡ് A+ വാങ്ങുന്ന നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ നമ്മുടെ മെൻറ്റാലിറ്റി എങ്ങനെയായിരിക്കും? അത് നമ്മൾ ബാക്കിയുള്ളവരെക്കാൾ അടിപൊളി അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, ഈഗോ അല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മെൻറ്റാലിറ്റി എന്താണ്? നമ്മൾ A+ വാങ്ങേണ്ട ഒരാളാണ്, നമുക്ക് ആ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ആ കോൺഫിഡൻസിലൂടെ നിങ്ങൾ 10ാം ക്ലാസ് അല്ലെ 10ാം ക്ലാസ്സിൽ നിന്ന് +1 നിങ്ങൾ കയറുമ്പോണ്ടല്ലോ, നിങ്ങൾക്കൊരു പേടിയോ ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾക്കറിയാം നിങ്ങളെ കൊണ്ട് പറ്റും, നിങ്ങളത് കാണിച്ചിട്ടുള്ള ഒരാളാണ്. ആ മെൻറ്റാലിറ്റി ഭയങ്കര സുഖമുള്ളൊരവസ്ഥയാണ്. മറ്റേതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സംശയമായിരിക്കും. ഇപ്പോൾ നമ്മൾ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ മര്യാദ പഠിക്കാണ്ടൊക്കെ തട്ടിക്കുട്ടിയാണ് പോയെങ്കിൽ നമുക്ക് 10ാം ക്ലാസ്സിൽ സംശയമാണ്, ഞാൻ പാസ്സാവുമെന്ന് തന്നെ ആയിരിക്കും സംശയം. ആ സംശയത്തിൽ ഒരു വർഷം ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അവസാനം ഇപ്പം A+ കിട്ടുമായിരിക്കും. പക്ഷേ സംശയത്തിൽ ഒരു വർഷം ഞാൻ പോകാമെന്ന് പറഞ്ഞാൽ അത് ഒരു വൃത്തികേടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെയാണ് A+ കിട്ടാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം. അതുകൊണ്ട് ഇന്ന് മുതൽ ആ എഫേർട്ട് ഇട്ട് തുടങ്ങിക്കോ. അതെങ്ങനെ ചെയ്യണമെന്നുള്ളതാണ് സ്റ്റഡി പ്ലാൻ ലൈവിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. രണ്ടാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാർഡ് വർക്കിൻ്റെ കാര്യമാണ്. എല്ലാവർക്കും അറിയാം A+ കിട്ടണം, നന്നായി പഠിക്കണം, ഡെയിലി പഠിക്കണം, അതിന് ഹാർഡ് വർക്ക് ചെയ്യണം, എളുപ്പ പരിപാടിയൊന്നുമല്ല, പണിയെടുക്കണം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹാർഡ് വർക്ക് ഒരു ശീലമാണ് മക്കളെ. ഹാർഡ് വർക്കും നിങ്ങൾ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇന്ന് മൂലം കൊണ്ട് ഹാർഡ് വർക്ക് ചെയ്യും, നടക്കില്ല. അതും നിങ്ങൾ പഠിക്കണം. ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിക്കണം സാർ, ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിക്കണം. അതെങ്ങനെ പഠിക്കുക? അത് ചെയ്താൽ പഠിക്കുക. അത് എപ്പോഴാണ്? ഇപ്പം മുതലേ ചെയ്ത് നിങ്ങളുടെ ശീലത്തിൻ്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പഠിച്ച് നല്ല മാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു വലിയ ഒബ്ജക്റ്റീവ് എന്തായിട്ട് പറയുക? നല്ല മാർക്ക് കിട്ടി, നല്ല കോളേജ് കിട്ടും, നല്ല ജോലി, അതൊക്കെ ഉണ്ടാവും. പക്ഷെ അതിലുപരി ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് നല്ല മാർക്ക് വഴി നിങ്ങൾക്ക് നല്ല കോളേജ് ഒന്നും കിട്ടിയില്ലെങ്കിലും നിങ്ങൾക്ക് ആ സ്കൂളിൽ നിങ്ങൾ എടുത്ത കഷ്ടപ്പാടിനൊരു വാല്യൂ ഉണ്ട്. അതാ വാല്യൂ. നിങ്ങൾ ഹാർഡ് വർക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പഠിച്ചിട്ടുണ്ട്. നാളെ നിങ്ങൾ ജോലിയിൽ പോകുമ്പോൾ ആ ജോലിയിൽ എന്തായിരിക്കും വേണ്ടി? അവിടെ ഈ സംഭവമായിരിക്കും വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആസ് ലോങ് ആസ് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ, ആ വർക്ക് വേണ്ട രീതിയിലുള്ള വർക്ക്, വെറുതെ മണ്ടത്തരമല്ല കാണിക്കേണ്ടത്, മണ്ട വർക്കല്ല, സ്മാർട്ടായിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ ഏത് ലെവലെത്തിയാലും യു വിൽ സക്സീഡ്. നാളെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹപ്രകാരം നല്ല കോളേജിലോ നല്ല ജോലിയോ ഒന്നും കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ പറ്റും. കാരണം എന്താ? നിങ്ങൾക്ക് ഹാർഡ് വർക്ക് അറിയാം, യു നോ ഹൗ ടു ഡു ഇറ്റ്. അപ്പോൾ അതൊരു സൂപ്പർ പവറാണ് മക്കളെ. അത് ഒരിക്കലും പെട്ടെന്നൊരു ദിവസം ഉണ്ടാകുന്നതല്ല, അതൊരു ശീലമാക്കി കൊണ്ടുവരേണ്ട കാര്യമാണ്. അത് ഇപ്പോഴേ ശീലമാക്കി കൊണ്ടുവരിക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യമായിരിക്കും. ഇതൊക്കെ ചെയ്താലുണ്ടല്ലോ, ഞാൻ സത്യം പറയാണ്, യു വിൽ ബി മോർ ഹാപ്പിയർ. നിങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷം ഉണ്ടാവണോ? സാർ പഠിച്ചാലും കഷ്ടപ്പെട്ടാലും നമുക്ക് സന്തോഷം ഉണ്ടാവുക. നിങ്ങൾ ചെയ്ത് നോക്കി. അല്ലെ ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ കുറേ നേരം ഇൻസ്റ്റാഗ്രാം നോക്കുന്നു, യൂട്യൂബ് നോക്കുന്നു, ഓക്കെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് കഴിയുമ്പോൾ തന്നെ ഒരു മീനിങ്ലെസ്നെസ് അല്ലേ, ഒരു സുഖമില്ല.
കഴിയുമ്പോഴാണ് പറയുന്നത് എന്ത് ചെയ്യണ്ടോ, എന്ത് ഞാൻ ചെയ്തെത്ര നേരം. നേരെ മറിച്ച് പരീക്ഷാ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടാണെങ്കിലും ആ പരീക്ഷ നന്നായിട്ട് എഴുതാൻ പറ്റിയെങ്കിൽ, അല്ലേ, പരീക്ഷയിൽ നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ പഠിച്ച് നന്നായിട്ട് എഴുതാൻ പറ്റി, ആ ഒരു സന്തോഷം വേറെ തന്നെ സന്തോഷമല്ലേ. കാര്യം നമുക്കത് അഡ്മിറ്റ് ചെയ്യാൻ ഇഷ്ടമില്ല, പക്ഷെ ഒരു സന്തോഷമാണ്. ഒരു മാർക്ക് കിട്ടുമ്പോൾ അത് നല്ല മാർക്കാണെങ്കിൽ, എപ്പോഴൊക്കെ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയെന്ന് ഓർത്തത്, അത് കിട്ടുമ്പോൾ ഒരു പ്രത്യേക അത് മാർക്ക് കിട്ടിയത് കൊണ്ടല്ല, നമ്മളെടുത്ത എഫേർട്ടിന് ഒരു ഫലം ഉണ്ടായത് ഇങ്ങനെ കാണുമ്പോൾ ഒരു രസമാണ്. വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുമ്പോൾ പേരൻസും ഹാപ്പി ആകുമ്പോൾ മൊത്തത്തിൽ യു വിൽ ബി ഹാപ്പിയർ. അപ്പോൾ വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന സ്ക്രോളിങ്ങും പരിപാടി ചെയ്യേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അത് മാത്രം ചെയ്യുന്നതിലൂടെ നിങ്ങളെ ഹാപ്പി ആവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലാവില്ല. നമ്മൾ എപ്പോഴാണ് കൂടുതൽ ഹാപ്പി ആവുക? നമ്മൾ മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ നിങ്ങൾക്ക് മീനിങ് കണ്ടെത്താൻ പറ്റിയ ഒരു കാര്യം എന്താണ്, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്? നിങ്ങളുടെ പഠനമാണ്. ആ പഠനത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കാണ്. തീർച്ചയായിട്ടും നിങ്ങളത് ഹാപ്പി ആക്കും. ഇനി നിങ്ങളെ ഹാപ്പി ആക്കുന്നത് മാത്രമല്ല, ഒബ്വിയസ്ലി എന്ത്, നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ, നിങ്ങളുടെ ടീച്ചേഴ്സ്, നിങ്ങളുടെ പേരൻസും ഒക്കെ ഹാപ്പി ആകുമ്പോൾ നമ്മളും എന്താണ്, ഓട്ടോമാറ്റിക്കലി സന്തോഷം വരും. അപ്പോൾ ഈ ഒരു കാര്യം പൊതുവെ ആൾക്കാർ പറയാറില്ല, പക്ഷേ സത്യമാണിത്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ വേറെ ലെവലിലെത്തും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെയാണ് ഇനി പ്രാക്ടിക്കലി ഡേ ടു ഡേ ബേസിസിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കൂടി പറയുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ യൂസ്ഫുൾ ആയി സാർ എന്ന് പറഞ്ഞ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റഡി പ്ലാൻ ലൈവിൽ ഇനി കാണാം.